जय श्री राधे राधे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। हरे कृष्णा कृष्ण कृष्ण हरे हरे ഹരേ രാമ 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 ഹരേ ഹരേ. ഞാൻ നാരായണീയത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേരോട് ചോദിച്ചു എന്തായതെന്നൊക്കെ ലൈവിൽ വന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കും അറിയില്ല എന്താന്നുള്ളത്. അപ്പം നാരായണീയത്തിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ലൈവിൽ വന്നിട്ടും കട്ടായി പോയത്. അപ്പം ഞാൻ ദശകം 62 ഇന്ന് ഗോവർദ്ധന പൂജയാണ് വായിക്കാനുള്ളത്. ഭഗവാന്റെ വൈശാഖ മാസമാണ്. അപ്പം എല്ലാവരും വൈശാഖ മാസ വ്രതമൊക്കെ എടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും വൈശാഖ മാസത്തിലെ വ്രതമൊക്കെ എല്ലാവരും എടുക്കണം. വൈശാഖ മാസ വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി നമുക്ക് എന്തെങ്കിലും നമ്മൾ തെറ്റുകൾ വൈശാഖ മാസത്തിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് വ്രതം എടുക്കുന്ന ടൈമിൽ. അപ്പം അങ്ങനെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മന്ത്രമുണ്ട്. അത് വേറൊന്നുമല്ല. കായേന മാജ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേവ പ്രകൃതേ സ്വഭാവ കരോമിയെങ്കിൽ സഗതം പരസ്മൈ തസ്മൈ ശ്രീ നാരായണായേതി സമർപ്പയാമി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ പരാധം വിദിതം അവിവിധം വാ സർവമേ തൽക്ഷമസ്വ ജയ ജയ കരുണാബ്ജേ ശ്രീ നാരായണായേതി സമർപ്പയാമി. ഈ മന്ത്രം നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും കിട്ടും. ക്ഷമാപണ മന്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മന്ത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുമെന്നാണ് വിശ്വാസം. വലിയ വലിയ തെറ്റ് ക്ഷമിക്കുമെന്നുള്ളത് അറിയില്ല, എങ്കിലും ക്ഷമിക്കും എന്നുള്ളതാണ് വിശ്വാസം കേട്ടോ. അപ്പം നമ്മൾ ഇനി വായിക്കാനുള്ള വെച്ചാൽ ഓം ഗം ഗണപതേ നമഃ, ഓം നമഃ ശിവായ, ഓം ശക്തി പരാശക്തി, ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ രാധേ രാധേ വായിക്കാനുള്ളതെന്ന് വെച്ചാൽ ദശകം 62 ഗോവർദ്ധന പൂജയാണ് കേട്ടോ. അപ്പം ഞാൻ വായിക്കാം. കഥാചിത് ഗോപാലാൻ വിഹിതമക സംഭാര വിഭവാൻ നിരീക്ഷത്വം ശൗരേ ഭഗവാമദമുദ്ധസിതു മനഃ വിജാനന്നപേത്യാൻ വിനയമൃത്യോ നന്ദാദി പശുപാന പൃച്ഛഃ കോ വായം ജനക ഭവതാമുദ്യമായിതി. അല്ലയോ ശൗരേ, ഒരിക്കൽ അവിടുന്ന് ഇന്ദ്രന് യാഗം ചെയ്യാനുള്ള യാഗസാമഗ്രികൾ ഒരുക്കുന്ന ഗോപാലന്മാരെ കണ്ടു. ഇന്ദ്രന്റെ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് യാഗം ഒരുക്കുന്നത് ഇന്ദ്രന് വേണ്ടിയാണെന്ന് അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ അല്ലയോ പിതാവേ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നിങ്ങനെ നന്ദഗോപുരോടും മറ്റുള്ളവരോടുമായി അവിടുന്ന് വിനയപൂർവ്വം ചോദിച്ചു. അപ്പോൾ ഗോവർദ്ധന പൂജയുടെ കാര്യം ഇത് പറയുന്നത് ഇന്ദ്രനെയാണ് അവിടുത്തെ ഗോലോകവാസികളെല്ലാം പൂജിച്ചു വന്നിരുന്നത്. അപ്പോൾ ഇന്ദ്രനെ യാഗം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഒരു ചോദ്യം ഭഗവാൻ ആ ഗോലോകവാസികളോടും അതുപോലെ യശോദാമ്മയോടും നന്ദഗോപുരോടും ചോദിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ല. ഇന്ന് ഏകാദശിയാണ്. ഇന്ന് മോഹിനി ഏകാദശിയാണ്. അപ്പം എത്ര പേര് ഇതിൽ ഏകാദശി വ്രതമൊക്കെ എടുക്കുന്നുണ്ട്? അപ്പം ഇനിയും ഏകാദശി വ്രതമൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം ഇന്ന് ഞാനും ഏകാദശിയിലാണ്. അപ്പം മോഹിനി ഏകാദശി എന്നാണ് ഇന്നത്തെ ഏകാദശിയുടെ ഇത്. അപ്പോൾ അത് എല്ലാവരും എടുക്കാം. ബഫാഷേ നന്ദസ്ത്വാം സുതനനു വിധേയോ മഗവദോ മഘോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹിതലേ വിശേഷാദസ്മാകം തൃണസലിലജീവ്യാഹി പശവഃ. പിതാവായ നന്ദഗോപൻ പറഞ്ഞു, ഈ ഒരുക്കങ്ങൾ ഇന്ദ്രന് വേണ്ടി ആണ്ടുതോറും ചെയ്യാൻ വിധിയുള്ള
ഉപജീവനത്തിനായാണ്. ഇന്ദ്രനാണ് മഴ കൊണ്ട് ഭൂമിയെ സുഖമാക്കുന്നത്. മനുഷ്യർക്കെല്ലാം ഭൂമിയിൽ ഉപജീവനത്തിന് ആധാരമായി വർദ്ധിക്കുന്നത് ഇന്ദ്രൻ പെയ്യ്ക്കുന്ന മഴ തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുലസമ്പത്തായ ഗോക്കൾ മഴയുടെ ഫലമായി ഉണ്ടാകുന്ന പുല്ലും വെള്ളവും കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ്, നമുക്ക് മഴ പെയ്യ്ക്കുന്നത് ആരാണ്? മഴ പെയ്യ്ക്കുന്നത് ഇന്ദ്രദേവനാണ്. ഇന്ദ്രദേവൻ വിചാരിച്ചാൽ മാത്രമേ മഴ പെയ്യുകയുള്ളൂ ഭൂമിയിൽ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ മഴ പെയ്യ്ക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആ മഴയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും അതുപോലെ പുല്ലുകളും എല്ലാം വളർന്ന് അതാണ് നമ്മുടെ ഗോക്കൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോക്കളുടെ പാല് ചുരുന്നാണല്ലോ അവർ ജീവിക്കുന്നത്. ഗോക്കളുടെ പാല് വിറ്റ ആണ് വെണ്ണയൊക്കെ ഉണ്ടാക്കിയാണ് ഗോലോകവാസികൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഗോക്കൾക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ മഴ പെയ്യണം. അപ്പോൾ ആ മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? ഇന്ദ്രദേവനാണെന്നാണ് ഇവിടെ ഗോലോകവാസികൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ഇന്ദ്രനെ നമ്മൾ പൂജിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതി ശ്രുത്വാ വാചം പിതുരയീ ഭവാനാഹ സരസം ദിഗേ തന്നോ സത്യം മഗവജനിതാ വൃഷ്ടിരിതേ യഥ അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃഷാഃ കിമിവ ബലമിന്ദ്രായ ദദതേ. അല്ലയോ ഭഗവാനെ, ഇപ്രകാരം പിതാവിന്റെ വാക്കുകൾ കേട്ടിട്ട് അവിടുന്ന് നർമ്മത്തോടെ പറഞ്ഞു, ഇന്ദ്രനാണ് മഴ തരുന്നത് എന്നത് സത്യമായ കാര്യമല്ല. ഈ പറയുന്നത് എതിർക്കപ്പെടേണ്ടതാണ്. ജീവികളുടെ കർമ്മഫലമായാണ് മഴ ഉണ്ടാകുന്നത്. ഇവിടെ കാടുകളിൽ മഴ പെയ്യുന്നതിന് വൃക്ഷങ്ങൾ ഇന്ദ്രന് എന്ത് ബലിയാണ് കൊടുക്കുന്നത്? അപ്പോ ഭഗവാൻ പറയുകയാണ്, ഇവിടെ ഇന്ദ്രനൊന്നും അല്ല മഴ പെയ്യിക്കുന്നത്. ഇവിടെ മഴ പെയ്യിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവികളുടെ കർമ്മഫലമാണ് മഴയെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു ദേവനായ ഇന്ദ്രനൊന്നുമല്ല ഇവിടെ മഴ പെയ്യിക്കുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇദം താവൽ സത്യം യദിഹ പശവോ നഹ കുലധനം തദാ ജീവ്യായസൗ ബലിരചല ഫർത്രേ സമുചിതഃ സുരോഭ്യോപുത്കൃഷ്ടാനനുധരണി ദേവഃ ശിതിതലേ തത്സത്സേവ പ്യാരാന്ത്യായിതി ജഗതിദാതും നിജജനാൻ. പശുക്കൾ നമ്മുടെ കുലസമ്പത്താണെന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. അവയുടെ ഉപജീവനത്തിനായി നമ്മൾ ആശ്രയിക്കുന്ന ഗോവർദ്ധനം എന്ന ചലിക്കാത്ത ആ രക്ഷകനായ പർവ്വത ശ്രേഷ്ഠന് ഇന്ദ്രന് വേണ്ടി ഉദ്ദേശിച്ച് ഈ ബലി നൽകുന്നതാണ് എന്തുകൊണ്ടും യോഗ്യം. ഭൂതലത്തിലുള്ള ബ്രാഹ്മണർ ദേവന്മാരെക്കാളും ഉത്കൃഷ്ടരാണ്. അതിനാൽ അവരും ആരാധിക്കപ്പെടേണ്ടവരാണ് എന്നിങ്ങനെ അവിടുന്ന് ബന്ധുജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രന് വേണ്ടി ഉദ്ദേശിച്ച് ബലി നൽകുന്നതിന് ഗോവർദ്ധന പർവ്വതമാണ്. അപ്പം പശുക്കൾ നമ്മുടെ കുലസമ്പത്താണെന്ന് പറയുന്നത് സത്യമായ കാര്യമാണ്. അത് സത്യമായ കാര്യമാണ്. പശുക്കൾ നമ്മുടെ കുലസമ്പത്ത് തന്നെയാണ്. അവയുടെ ഉപജീവനത്തിനായി നമ്മൾ ആശ്രയിക്കുന്ന ഗോവർദ്ധനം എന്ന ചലിക്കാത്ത ആ രക്ഷകനായ പർവ്വത ശ്രേഷ്ഠന് ഇന്ദ്രന് വേണ്ടി ഉദ്ദേശിച്ച് ഈ ബലി നൽകുന്നതാണ് എന്തുകൊണ്ടും യോഗ്യം. അപ്പം നമ്മുടെ ചലിക്കാത്ത പർവ്വതമായ ഗോവർദ്ധന പർവ്വതമാണ് നമുക്ക് മഴ തരുന്നത്. അപ്പോൾ ഇന്ദ്രന് കൊടുക്കുന്ന ആ ബലി അതിനെക്കാട്ടിലും ശ്രേഷ്ഠം പൂജകൾ ചെയ്യാൻ ഗോവർദ്ധന പർവ്വതത്തിന് പൂജ ചെയ്യണമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പം ഇന്ദ്രനെക്കാളും ശ്രേഷ്ഠനാണ് ദേവന്മാർ, അതുപോലെ ശ്രേഷ്ഠതയുള്ളതാണ് ഗോവർദ്ധന പർവ്വതം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഗോവർദ്ധന പർവ്വതത്തിനാണ് നമ്മൾ ഈ പൂജ അർപ്പിക്കേണ്ടതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇദം താവൽസദം ഫവാദ്വാജം ശ്രുതാ ബഹുമതിയുതാസ്തേവപി പശുപാ ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിമദദുരിച്ഛൈഃ ശിതിഫൃതേഃ വ്യദൂഹ പ്രാദശിന്യം സുഭൃശമനമന്നാദരയുതാ സ്തമാദശൈലാത്മാ ബലിമഖിലമാവീരപുരതഃ. ഗോപന്മാർ അവിടത്തെ വാക്കുകളെ കേട്ടിട്ട് ബഹുമാനത്തോടെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് അർച്ചന നൽകി. ഇന്ദ്രന് പകരമായി പർവ്വതശ്രേഷ്ഠനായ ഗോവർദ്ധന പർവ്വതത്തിന് ശ്രേഷ്ഠമായ ബലി തന്നെ നൽകി. അവർ ആദരവോടെ പർവ്വതത്തെ വലം വെച്ച് നമസ്കരിച്ചു.
അവിടുന്ന് പർവ്വതരൂപം ധരിച്ച് പ്രത്യക്ഷനായി അവർ ബലിയായി അർപ്പിച്ചവയെ ഭക്ഷിച്ചു. അപ്പം ഗോപന്മാരെന്ത് ചെയ്യുകയാണ്? ഗോപന്മാർ അവിടുത്തെ വാക്കുകൾ കേട്ടുടനെ ഗോവർദ്ധന പർവ്വതത്തിന് പൂജയെല്ലാം അർപ്പിച്ച് ഗോവർദ്ധന പർവ്വതത്തിന് എന്താ ആ ദ്രവ്യങ്ങളെല്ലാം സമർപ്പിച്ചിട്ട് ഗോവർദ്ധന പർവ്വതത്തിനെ ഇങ്ങനെ ചുറ്റും വലം വെക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതമായി മാറിയിട്ട് ആ ആ ഗോപാലന്മാർ വെച്ച ആ ഭോജ്യമെല്ലാം എടുക്കുകയാണ്, ഭക്ഷിക്കുകയാണ്. അപ്പം അവരെല്ലാം അത്ഭുതത്തോട് നോക്കുകയാണ്, ആ ഗോവർദ്ധന പർവ്വതം ഈ എല്ലാം ഭക്ഷിച്ചല്ലോ എന്നുള്ളത്. അവോചൈച്ഛവം താൻ കിമിഹ വിതതം മേ നിഗദിതം ഗിരീന്ദ്രോ നന്വേഷ സ്വബലിമുപഭുക്തേ സ്വവപുഷാഃ അയം ഗോത്രോ ഗോത്രദീശീ ച കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്താ ജഘൃഷുരഖിലാ ഗോകുലജുഷാഃ. അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ വാക്ക് അസത്യമായോ? ഈ പർവ്വതശ്രേഷ്ഠനായ ഗോവർദ്ധനം തൻ്റെ സ്വശരീരത്തോടു കൂടി എത്തി തനിക്ക് അർപ്പിച്ച ബലിയെ ഭക്ഷിക്കുന്നുവല്ലോ. പർവ്വത ശത്രുവായി ഇന്ദ്രൻ കോപിച്ചാലും എല്ലാവരെയും രക്ഷിക്കാൻ ഈ പർവ്വതം മതിയാകും എന്നിങ്ങനെ പറയുന്നത് കേട്ട് ഗോകുലവാസികൾ സന്തോഷിച്ചു. അപ്പം ഭഗവാൻ പറയണ, ഈ ഗോവർദ്ധന പർവ്വതം നിങ്ങൾ ബലിയായി വെച്ച, നിങ്ങൾ അർപ്പിച്ച ഭക്ഷണം അതെല്ലാം ആ ദ്രവ്യങ്ങളെല്ലാം സ്വീകരിച്ചല്ലോ, ഭക്ഷിച്ചല്ലോ. അപ്പം ഇനി ഇന്ദ്രൻ വന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാലും ഈ ഗോവർദ്ധന പർവ്വതം നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. പരിപ്രീതായാദഃ ഖലു ഫവദുപേതാ വ്രജുഷുഷോ പരിപ്രീതായാദഃ ഖലു ഫവദുപേതാ വ്രജജുഷോ വ്രജം യാവത്താവന്നിജമഘവിഹംഗം നിശമയൻഹ ഭവന്തം ജാനന്നംപ്യതികരാജസാഫക്രാന്തഹൃദയോ നസേഹേ ദേവേന്ദ്രസ്തുതുപരാ ചിദാത്മോന്നതിരപി. സന്തുഷ്ടരായ ഗോകുലവാസികൾ അവിടത്തോടൊപ്പം അമ്പാടിയിലേക്ക് മടങ്ങി. അവിടത്തെ നന്നായി അറിയാമായിരുന്നിട്ടും അവിടുന്ന് കൽപ്പിച്ചു നൽകിയ ഇന്ദ്രപദവി എന്ന ഉന്നതമായ പദവിയിൽ ഇരുന്നിട്ടും തൻ്റെ യാഗം മുടങ്ങിയെന്ന് കേട്ടപ്പോൾ അധികമായുള്ള രജോഗുണം കാരണമായി ഇന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇന്ദ്രൻ കോപപ്പെടുകയാണ്. ഇത്രയും വർഷകാലങ്ങളായിട്ട് തനിക്ക് തന്നുകൊണ്ടിരുന്ന പൂജ, തനിക്ക് അർപ്പിച്ചിരുന്ന ദ്രവ്യങ്ങള് ഇതെല്ലാം ഭഗവാന്റെ വാക്ക് കേട്ടിട്ട്, കൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് തനിക്ക് തരാതെ അതൊരു സാധാരണമായിട്ടുള്ള ഗോവർദ്ധന പർവ്വതത്തിന് കൊടുത്തിരിക്കുന്നു എന്നോർത്ത് ആ രജോ ഗുണം വർദ്ധിച്ച്, നമുക്ക് 3 ഗുണമുണ്ടല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ രജോ ഗുണം, ആ രാജസമായിട്ടുള്ള ഗുണം വർദ്ധിച്ചിട്ട് ഇന്ദ്രദേവൻ കോപിക്കുകയാണ്. ഇന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല. മനുഷ്യത്വം യതോ മധുഫിതപി ദേവേഷ വിനയം വിദത്തേ ചേനഷ്ട്രസ്ത്രിദശസദസാം കോപപി മഹിമാഃ തത്തച്ഛദം ശിഷ്യേ പശുഭഹതകസ്യ ശ്രിയമിതി പ്രവൃത്തിസ്ത്വാം ജേതു സഖിലാ മഘവാ ദുർമദനിധീഃ. മധുരൂപമായ വിഷ്ണുവാണെങ്കിൽ തന്നെയും മനുഷ്യഭാവം പ്രാപിച്ചവനാകയാൽ ദേവന്മാരോട് വിനയമില്ലായ്മ കാട്ടിയാൽ ദേവന്മാരിൽ എന്തെന്ന് പറയാനാകാത്ത മാഹാത്മ്യം നഷ്ടമാകും. അതിനാൽ ഗോപാലകരിൽ അധമനായ കൃഷ്ണന്റെ ഐശ്വര്യത്തെ ഞാൻ ഇല്ലാതാക്കുന്നുണ്ട് എന്നിങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ ഇരിപ്പിടമായ ഇന്ദ്രൻ അവിടത്തെ ജയിക്കുന്നതിനായി പ്രവർത്തിച്ചുവത്രേ. അപ്പോൾ ഇന്ദ്രൻ ആ കോപം കൊണ്ട് പറയുകയാണ്, ഭഗവാന്റെ ആ സൗന്ദര്യം, ആ ഭഗവാന്റെ ഐശ്വര്യം ഇതെല്ലാം ഞാൻ ഇല്ലാതാക്കും. ഭഗവാനെതിരെയായിട്ട് വരികയാണ്. മധുരവുമായ വിഷ്ണുവാണെങ്കിൽ തന്നെയും അതായത് ഇന്ദ്രൻ അറിയാം, ഇത് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് ഭഗവാൻ എന്നറിയാം. അപ്പൊ വിഷ്ണുവിന്റെ അവതാരമാണെങ്കിലും അത് മനുഷ്യനാണല്ലോ, അതുകൊണ്ട് ഈ ഐശ്വര്യമെല്ലാം ഞാൻ ഇല്ലാതാക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ഇന്ദ്രൻ ആ ദേഷ്യത്തില് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഭഗവാനെ ജയിക്കുന്നതിന് വേണ്ടി ഇന്ദ്രൻ പ്രവർത്തിക്കുകയാണ്.
തഥാ വാസം ഹന്തും പ്രളയജലദാനം പരഭുവി പ്രാഹിണ്വൻ വിഭ്രാണഃ കുലിശമയമഫ്രേവഗമനഃ പ്രദസ്തേ വൈനന്ദരദനഃ ദഹനാ മധുരാദ്യർവിഹസിതോ ഭവന്മായാനൈവ ത്രിഭുവനപതേ മോഹയതീകം. അവിടുത്തെ വാസസ്ഥാനമായ ഗോകുലത്തെ നശിപ്പിക്കുന്നതിനായി ഇന്ദ്രൻ ആകാശത്ത് പ്രളയമേഘങ്ങളെ നിരത്തി. വജ്രായുധം കയ്യിലേന്തിക്കൊണ്ട് ഐരാവതത്തിന് മുകളിൽ കയറി അഗ്നി, വരുണൻ തുടങ്ങിയ ദേവന്മാരോടുകൂടി മറ്റു ദേവന്മാരാൽ ഉള്ളുകൊണ്ട് പരിഹസിക്കപ്പെട്ടവനായ നിലയിൽ ഇന്ദ്രൻ യുദ്ധസജ്ജനായി പുറപ്പെട്ടു. ത്രിലോകങ്ങൾക്കും ഉടയവനായ അല്ലയോ ഭഗവാനെ, അവിടുത്തെ മായ ആരെയാണ് മോഹിപ്പിക്കാത്തത്? അപ്പോ എന്താണ് ഇന്ദ്രൻ ഭഗവാനെ എതിർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ആയുധങ്ങളെല്ലാം ഏന്തിയിട്ട് ഇങ്ങനെ വരികയാണ് ഭഗവാനെതിരെയായിട്ട്. അപ്പൊ ഇത് കണ്ടിട്ട് മറ്റുള്ള ദേവന്മാരെല്ലാവരും ഇത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ഭഗവാനോട് ആരോടാണ് ഇന്ദ്രൻ എതിർക്കാൻ പോകുന്നത്? സാക്ഷാൽ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാനോടാണ് ഇന്ദ്രൻ എതിർക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ മറ്റുള്ള ദേവന്മാരെല്ലാം ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. സുരേന്ദ്രഃ കൃന്ദചേത് ദ്വിജകരുണയാ ശൈലകൃപായാം പ്രീണാതംഗോസ്മാകം നിയത ഇതി വിശ്വാസ്യ പശൂപാൻഃ അഹോ കിം നായാതോ ഗിരിവിദിതി സഞ്ചിത്യ നിവസൻ മരുദ്ഗേഗാദീശ പ്രണുത മുരവൈരിൻ മമഗദാൻ. ഇന്ദ്രൻ കോപിച്ചു കൊള്ളട്ടെ, നമ്മൾ പൂജിച്ച ബ്രാഹ്മണരുടെ കാരുണ്യത്താലും ബലിയർപ്പിച്ച ഗോവർദ്ധനത്തിന്റെ കൃപയാലും നമുക്ക് ദുഃഖമുണ്ടാകില്ലെന്ന് തീർച്ചയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഗോപന്മാരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഹോ, ആ ഇന്ദ്രൻ ഇനിയും വന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് കാത്തിരുന്നു. അല്ലയോ മുരവൈരിയായ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയന്റെ രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കണമേ. അപ്പോ എന്താ വൃന്ദാവനവാസികൾ പറയുകയാണ്, ഗോപിഗോപന്മാരും യശോദാമ്മയും നന്ദഗോപുരം ഒക്കെ പറയുകയാണ്, ഇന്ദ്രൻ കോപിച്ചു കൊള്ളട്ടെ, നമ്മൾ പൂജിച്ച ബ്രാഹ്മണരുടെ കാരുണ്യത്താലും ബലിയർപ്പിച്ച ഗോവർദ്ധനത്തിന്റെ കൃപയാലും നമുക്കൊരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല, അത് തീർച്ചയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഗോപന്മാർ അവിടുന്ന് ഗോപന്മാരെ ആശ്വസിപ്പിച്ചു. ഭഗവാൻ ആ ഗോപന്മാരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ഇന്ദ്രൻ ഇങ്ങ് വരട്ടെ എന്ന് ഭഗവാൻ പറയുകയാണ്. ഇനി ദശക 63 അതോടെ വായിക്കാം. ഗോവർദ്ധനോദ്ധാരണമാണ്. ദദൃശിരേ കില തൽക്ഷണമക്ഷത സ്തനനിജദ്രംബിക കമ്പിതദിത്തടാഃ സുഷമയാ ഭവത കൗതുലാം ഗതാ വ്രജപദോപരി പാരിതരാസ്ത്വയാ. അപ്രകാരം അവിടുന്ന് ചിന്തിച്ചപ്പോൾ ആ ക്ഷണം തന്നെ അമ്പാടിയുടെ മുകളിലായി അവിടുത്തെ തിരുവുടലിന് സാദൃശ്യമാർന്ന ശോഭ പരത്തുന്ന കാർമേഘങ്ങൾ ദിക്കുകളെ വിറപ്പിച്ചുകൊണ്ടുള്ള ഇടിമുഴക്കത്തോടെ കാണപ്പെട്ടു. അപ്പോൾ ആ ക്ഷണം തന്നെ അമ്പാടിയുടെ മുകളിലായി എന്താണ്, അവിടുത്തെ തിരുവുടലിന് സാദൃശ്യമാർന്ന ശോഭ പരത്തുന്ന കാർമേഘങ്ങൾ ദിക്കുകളെ വിറപ്പിച്ചുകൊണ്ടുള്ള ഇടിമുഴക്കത്തോടെ കാണപ്പെട്ടു. അതായത് മഴ പെയ്യുവാൻ വേണ്ടിയിട്ട് ആ ഗോവർദ്ധന പർവ്വതം അതിൻ്റെ മുകളിലായിട്ട് മഴ പെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാർമേഘങ്ങൾ ഇടിമുഴക്കത്തോടെ വരികയാണ്, പ്രതിഫലിക്കുകയാണ്. വിപുലകരമിശ്രൈസ്ത്യോയോദാരാനി പദൈർ ദിശി ദിശി പശുപാനാം മണ്ഡലേ ദണ്ഡ്യമാനേഹ കുപിതഹരികൃതാന്നഃ പാഹി പാഹീതി തേഷാം വചനമജിത ശൃണ്വാൻമാ ബിഭീതേത്യഫാണീഹ. ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ആ പ്രളയമേഘങ്ങൾ വലിപ്പമേറിയ ആലിപ്പഴങ്ങൾക്കൊപ്പം ഇടവിടാതുള്ള പെരുമഴയെ ആരംഭിച്ചു. ദിക്കുകൾ നിറഞ്ഞു പെയ്യുന്ന കനത്ത മഴയിൽ ഗോപന്മാർ വല്ലാതെ ബുദ്ധിമുട്ടിലായി. കോപിച്ച ഇന്ദ്രൻ സൃഷ്ടിക്കുന്ന ഈ മഴയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഗോപന്മാരുടെ വിലാപം അവിടുന്ന് കേട്ട്, അല്ലയോ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഭഗവാനെ, ഭയപ്പെടേണ്ടതില്ല എന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു.
അപ്പൊ ഈ ഇന്ദ്രൻ എന്താണ്, ഇന്ദ്രൻ ആ കോപത്തിൽ നിൽക്കുകയാണ്. തനിക്ക് ചെയ്യേണ്ട പൂജ ഭഗവാന്റെ വാക്ക് കേട്ട്, ശ്രീകൃഷ്ണന്റെ വാക്ക് കേട്ടിട്ട് ഇവര് ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്തല്ലോ എന്നോർത്ത് ഇന്ദ്രൻ എന്ത് ചെയ്യണം, ഇടിമുഴക്കവും പേമാരിയും മഴയും ഒക്കെ അങ്ങ് പെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ഗോപന്മാര് എല്ലാരും പേടിച്ച് വിറയ്ക്കുകയാണ്. അപ്പം എങ്ങും തോൽക്കാത്ത ഭഗവാനെ ആർക്കും അങ്ങേ തോൽപ്പിക്കാൻ കഴിയില്ല, ഭഗവാനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അല്ലയോ തോൽക്കാത്ത ഭഗവാനെ, ഞങ്ങളെ രക്ഷിക്കണേ, ഈ മഴയിൽ നിന്നും പേമാരിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഗോപന്മാരിങ്ങനെ ഗോപന്മാരും എല്ലാരും യശോദാമ്മയും നന്ദഗോപുരം എല്ലാരും ഇങ്ങനെ കിടന്ന് വിളിക്കുകയാണ്. അപ്പം ഭഗവാൻ പറയാണ്, ഭയപ്പെടേണ്ടതില്ല, ഞാൻ വന്ന് നിങ്ങളെല്ലാം രക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുകയാണ്. കുലൈഹ കലു ഗോത്രാദൈവതം ഗോത്രശത്രോർ വിഹിതമിഹാസരുദ്യാത് കോനുവാഹ സംശയോസ്മിൻ ഇതി സഹസിതമാതി ദേവഗോവർദ്ധനാദ്രീ മൂലദോ ബാലദോർഭ്യാം. ഈ ഗോത്രത്തിന്റെ പരദേവത ഗോവർദ്ധന പർവ്വതമാണ്. ആ പരദേവത ഗോത്രശത്രുവായ ഇന്ദ്രനുണ്ടാക്കുന്ന ഉപദ്രവങ്ങളെ തടയും. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട എന്ന് മന്ദഹാസപൂർവം പറഞ്ഞുകൊണ്ട്, അല്ലയോ ദേവ, അവിടുന്ന് ഗോവർദ്ധനത്തിനെ അടിയോടെ ഇളക്കിയെടുത്തു. അപ്പം ഭഗവാൻ പറയുകയാണ്, ഈ ഗോത്രത്തിന്റെ പരദേവത എന്ന് പറയുന്നത് ഗോവർദ്ധന പർവ്വതമാണ്. അപ്പൊ ഈ ഗോവർദ്ധന പർവ്വതം ഗോത്രശത്രുവായ ഇന്ദ്രൻ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളെയെല്ലാം ഈ ഗോവർദ്ധന പർവ്വതം തന്നെ തടയും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ആ ഗോവർദ്ധന പർവ്വതത്തെ മൂടോടെ ഇങ്ങനെ അടിയോടെ ഇളക്കി എടുക്കുകയാണ്. തദനുഗിരിവരസ്യാം പോദൃതസ്യാസ്യ താവത് സിഗതില മൃദുദേശേ ദൂരതോ വാരിതാപേഹ പരികര പരിമിശ്രാൻ ധേനുഗോപാദനസ്താ ധൂപനിദനദത്താ ഹസ്തപദ്മേന ശൈലം. അനന്തരം ഉയർത്തപ്പെട്ട ഗോവർദ്ധനത്തിന്റെ അടിഭാഗത്തെ മഴയെത്താത്ത മണൽ നിറഞ്ഞ സ്ഥലത്തേക്ക് എല്ലാ വീട്ടുപകരണങ്ങളുമായി ഗോക്കളും ഗോപസമൂഹവും എത്തിയപ്പോൾ അവിടുന്ന് ആകെ അവരെ ചേർത്ത് നിർത്തി തന്റെ താമര പോലുള്ള ഒറ്റക്കൈയിൽ ആ പർവ്വതത്തെ ഒരു കുട എന്ന പോലെ ഏറ്റി നിന്നു. അപ്പം ഭഗവാൻ എന്ത് ചെയ്യണം, ഭഗവാൻ ഗോപന്മാരും ഗോപികമാരും അതുപോലെ യശോദാമ്മയും നന്ദഗോപുരം എല്ലാവരും വരികയാണ്. ബലരാം സ്വാമിയും തൻ്റെ കൂട്ടുകാരും ഈ സഖിമാരും എല്ലാവരും വരുമ്പോൾ എന്താണ് ഭഗവാൻ ചെയ്യുന്നത്, അവരെ എല്ലാം ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്തേക്ക് നിർത്തിയിട്ട് ഭഗവാന്റെ ആ ഒരു ഒറ്റ കൈ കൊണ്ട് ആ ഗോവർദ്ധനത്തിനെ ഉയർത്തുകയാണ്. അപ്പൊ ഭഗവാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, ഭഗവാന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഇത്രയും ഭാരമുള്ള ഭീകരമായ ആ പർവ്വതത്തെ ഉയർത്തുവാൻ സാധിക്കും. അങ്ങനെ ഭഗവാൻ ആ പർവ്വതം ഉയർത്തിയിട്ട് അതിന്റെ അടിത്തട്ടില് ഇവരുടെ വീട്ടുപകരണങ്ങളുമായി കൊണ്ടുവന്ന് ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ്. ആ വൃന്ദാവനവാസികളെ എല്ലാവരെയും ഭഗവാൻ ചേർത്ത് നിൽക്കുകയാണ്. അതൊരു അത്ഭുതമായ ദൃശ്യമാണ്. ആ ഒരു ഇത് കാണാന്നുള്ളത് വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ വൃന്ദാവനത്തിൽ പോയപ്പോഴും ആ ഒരു രംഗം ഉണ്ടായിരുന്നു. അവിടെ പ്രേമമന്ദിറിൽ പോയപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നു. അതിന്റെ താഴെത്തട്ടില് ഗോപന്മാരെല്ലാരും ഇങ്ങനെ നിൽക്കുന്നു, പശുക്കളും എല്ലാം കൊണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ മനസ്സിൽ കാണാൻ ഒരു നിമിഷം ഒന്ന് നമുക്ക് സ്മരിക്കാം ഭഗവാന്റെ ആ ഒരു ഗോവർദ്ധനോദ്ധാരണം. അത്രയും ഇതാണ്. അപ്പം അങ്ങനെ ഭവതി വിധൃത ശൈലേ ബാലികാഭിർവയസ്യൈ രപി വിഹിത വിലാസം കേളിലാപാതിലോലേഹാം സവിതമിളിത ധേനൂരേകഹസ്തേന കണ്ടു യതി സതി പശുപാലസ്തോഷമൈഷന്ത സർവേ. പർവ്വതത്തെ ഒറ്റക്കൈയിൽ ധരിച്ചിരിക്കുന്ന അവിടെ നിന്നാകട്ടെ പർവ്വതത്തിന് അടിഭാഗത്ത് തന്നോട് ചേർന്ന് നിൽക്കുന്ന ബാലികമാരോടും സമപ്രായക്കാരോടും കളിയായി തമാശകൾ പറഞ്ഞു രസിച്ചു.
അടുത്തു വന്ന ഗോക്കളുടെ പുറം കയ്യാൽ ചൊറിഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഇതൊക്കെ കണ്ട് എല്ലാ ഗോപന്മാരും സന്തോഷിച്ചിത്രേ. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യണം? ഭഗവാൻ ഈ ഗോവർദ്ധനത്തിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് തൻ്റെ താഴെത്തട്ടിൽ നിൽക്കുന്ന ഗോപികമാരോടും ഒക്കെ തമാശകളൊക്കെ പറഞ്ഞു ചിരിക്കുകയാണ്. അങ്ങനെ രസിക്കുകയാണ് ഭഗവാൻ. അതിമഹാൻ ഗിരിരേഷേതു വാമേകേ അതിമഹാൻ ഗിരിശ്രേഷാതു വാമകേ കരസരൂരുഹൈതം ദരദേ ചിരംഹ കിമിതമത്ഭുതമദ്രിബലം നിതി ത്വദവലോകി ഫിരാകദി ഗോപൈകാം. ഈ വലിപ്പമുള്ള പർവ്വതത്തെ വളരെ നേരമായി ഈ കൃഷ്ണൻ ഇടതു കൈയിൽ ധരിച്ചിരിക്കുന്നു. ഇത് അതിശയം തന്നെ. ഇത് നമ്മൾ ബലിയർപ്പിച്ച പർവ്വതത്തിന്റെ ശക്തിയാണോ എന്നിങ്ങനെ അവിടത്തെ നോക്കിക്കൊണ്ട് ഗോപന്മാർ പറഞ്ഞു. അപ്പൊ ഗോപന്മാർക്ക് സംശയമാവുകയാണ്, അയ്യോ, ഇത്രയും വലിയ പർവ്വതമായ ഈ ഗോവർദ്ധന പർവ്വതത്തെ എങ്ങനെയാണ് ഭഗവാൻ തൻ്റെ ആ ഒരു ചെറുവിരല് കൊണ്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? അപ്പം ഇത് നമ്മൾ ഗോവർദ്ധനത്തിന് പൂജ ചെയ്തതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള ഭാഗ്യം കൊണ്ടാണോ ഭഗവാൻ ഇങ്ങനെ ഉയർത്താൻ കഴിഞ്ഞത് എന്ന് ഗോപന്മാർ സംശയിക്കുകയാണ്. അഹദാദൃഷ്ട്യമമുഷ്യ ബഡോഷിരം ഗിരം വ്യതിത ബാഹുരസാവരോപയേഥാ ഇതി ഹരിസ്ത്വയി ബന്ധവിഗർഹണോ ദിവസപ്തകാമുഗ്രമാ വർഷയത്. ഈ ചെറുബാലന്റെ അഹങ്കാരം കണ്ടില്ലേ? കൈ വേദനിച്ച് കഴിക്കുമ്പോൾ ഇവൻ പർവ്വതത്തെ താഴെ ഇറക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം അവിടുന്ന് നിന്ദിച്ചുകൊണ്ട് ആ ഇന്ദ്രൻ തുടർച്ചയായി 7 ദിവസം മഴ പെയ്ച്ചു. അപ്പൊ ഇന്ദ്രൻ എന്ത് പറയുകയാണ്? ഈ ബാലകന്റെ, ഈ ചെറിയ ബാലകന്റെ അഹങ്കാരം കണ്ടില്ലേ? കൈ കഴിക്കുമ്പോഴത്തേക്ക് തനിയെ തന്നെ ഇത് താഴെ വെച്ചോളും, അല്ലെങ്കിൽ താഴത്തേക്ക് ഇട്ടോളും എന്ന് കരുതിയിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്യണം? ഇന്ദ്രൻ തുടർച്ചയായിട്ട് 7 ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണ്. അചലതി ത്വയി ദേവ പദാത്പദം ഗളിത സർവജലേ ച ഖനോത്കരേഹ അപഹൃദേ മരുതാമരുതാംപതേ സ്ത്വദഭിശങ്കിതദീഹ സമുപാദ്രവത്. അല്ലയോ ഭഗവാനെ, ഈ 7 ദിവസം ഗോവർദ്ധനത്തിനെ ഒറ്റ കൈയിൽ ഉയർത്തിക്കൊണ്ട് അവിടുന്ന് ഒരു കാലിൽ നിന്നും മറ്റേ കാലിലേക്ക് മാറാതെ സ്ഥിരമായി തന്നെ നിലകൊണ്ടു. തുടർച്ചയായി മഴ പെയ്തത് വെള്ളമെല്ലാം തീർന്നു പോയ മേഘങ്ങളെ കാറ്റടിച്ചു പറത്തിക്കളഞ്ഞു. അപ്പോൾ അഹങ്കാരം മൂലമായി താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെട്ട ഇന്ദ്രൻ ഭയന്ന് ഓടിപ്പോയി. അപ്പൊ എന്താണ്? 7 ദിവസമായിട്ടും ഭഗവാൻ അതേപോലെ തന്നെ, ഭഗവാൻ ഒരു മാറ്റമില്ല. ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിനെ 7 ദിവസമായിട്ട് ഉയർത്തിക്കൊണ്ട് നിൽക്കുക തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ മേഘങ്ങളെല്ലാം കാറ്റടിച്ച പോലെ പറന്നു പോവുകയാണ്. മഴയല്ല, എവിടെ പോയെന്നറിയില്ല. അപ്പൊ ഇത് കണ്ട് പേടിച്ചിട്ട് ആരാണ്? ഇന്ദ്രൻ ഓടിക്കളയുകയാണ്. താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെട്ട ഇന്ദ്രൻ ഭയന്ന് ഓടുകയാണ്. അപ്പം താൻ ആരോടാ കളിച്ചത് അല്ലേ? അപ്പൊ അത് ഓർത്തിട്ട് ഇന്ദ്ര ഭഗവാൻ തന്നെ ഭയന്ന് ഓടിപ്പോവുകയാണ്. ശമമുപേയുഷി വർഷഫരേ തഥാ പശുപതേനുകുലേ ച വിനിർഗതേഹ ഭുവി വിഭോ സമുപാഹിത ഭൂതരഃ പ്രമുദിതൈഃ പശുപൈഃ പരിരേഫിഷേ. അല്ലയോ ഭഗവാനേ, പെരുമഴയെല്ലാം തീർന്ന് സ്വസ്ഥമായപ്പോൾ ഗോപന്മാർ പശു ആദി ആയവകളുമായി പുറത്തു വന്ന് അപ്പോൾ അവിടുന്ന് പർവ്വതത്തെ പൂർവ്വസ്ഥിതിയിൽ പ്രതിഷ്ഠിച്ചു. ഗോപന്മാർ സന്തോഷത്തോടെ അവിടുത്തെ ആലിംഗനം ചെയ്തു. അപ്പം ഭഗവാൻ ഇതെല്ലാം മഴയെല്ലാം തീർന്നപ്പോഴത്തേക്ക് ഗോപന്മാരെല്ലാം എന്താണ് ചെയ്യുന്നത്? പശുക്കളെയും എല്ലാം കൊണ്ട് തങ്ങളുടെ വീട്ടുപകരണങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് പൂർവ്വസ്ഥിതിയിലെത്തി പ്രതിഷ്ഠിച്ചിട്ട് അവർ ഭഗവാനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഭഗവാനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുകയാണ്. ധരണിമേവ പുരാധൃതവാനസി ശിതിധരോ ധരണേ തവ കഃ ശ്രമഃ ഇതിനുദസ്ത്രിദശൈഃ കമലാപതേ ഗുരുപുരാലയ പാലയ മാം ഗദാത്. പണ്ട് അവിടുന്ന് വരാഹാവതാരം പൂണ്ട് ഭൂമിയെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പർവ്വതത്തെ ഉയർത്തുന്നതിന് അവിടത്തേക്ക് എന്തു വിഷമമാണ്.
എന്നിങ്ങനെ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ലക്ഷ്മീപതിയായ അല്ലയോ ഭഗവാനെ, അവിടുന്ന് അടിയനെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അപ്പോൾ പണ്ട് ഭഗവാൻ വരാഹ രൂപത്തിൽ വന്ന് ആ ഭൂമിയെ തന്നെ ഉയർത്തി ലക്ഷ്മി ദേവിയെ രക്ഷിച്ചു. അങ്ങനെയുള്ള ലക്ഷ്മീപതിയായ ഭഗവാനെ, അടിയനെ സകല ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറയുകയാണ് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട്. അപ്പൊ ഇതാണ് ദശകം 63 ഗോവർധാനോദ്ധാരണം. അപ്പൊ ഭഗവാന്റെ ആ ഗോവർധാനോദ്ധാരണം എല്ലാവരും മനസ്സിൽ എപ്പോഴും കാണണം. ഭഗവാന്റെ ആ ഒരു ഗോവർധാനോദ്ധാരണം ഭഗവാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പലരും പറഞ്ഞിട്ട് നടക്കുന്ന ഞങ്ങൾ ഭഗവാനാണ്, ഞങ്ങൾ ഭഗവാനെ പോലെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അംശം. മനുഷ്യരൊരിക്കലും ഭഗവാനാവില്ല. ഭഗവാന്റെ വെറും ഒരു അംശം മാത്രമേ ആവുന്നുള്ളൂ. ഒരിക്കലും ഭഗവാന് മാത്രമേ ഈ ഗോവർദ്ധന ഉയർത്താൻ ഭഗവാന് മാത്രമേ കഴിയൂ. ഭഗവാന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ കേവലമായിട്ടുള്ള ആർക്കും മനുഷ്യർക്ക് ആർക്കും ഒന്നിനും സാധിക്കില്ല. അങ്ങനെ ഗോവർദ്ധന പർവ്വതമൊന്നും ഉയർത്താൻ ആർക്കും കഴിയില്ല. അപ്പൊ ഭഗവാന് മാത്രമേ അത് സാധിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ സത്യം. ആ ഭഗവാനെ നമ്മൾ അറിയാന്നുള്ളതാണ്. അതിലാണ് ഭഗവാന്റെ ഭാഗത്ത് ഭഗവാൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ ഗോവർധാനോദ്ധാരണം. ഇനി അടുത്തത് ദശകം 64 ഗോവിന്ദാഭിഷേകം. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഗോവിന്ദാഭിഷേകമാണ്. ആലോക്യ ശൈലോധരണാതിരൂപം പ്രഭാവമുശ്ചൈസ്തവ ഗോപലോകഹാം വിശ്വേശ്വരം താമഭിമത്യ വിശ്വോ നന്ദം ഭവജ്ഞാതക പൃച്ഛൻ. ഗോവർദ്ധനം എന്ന മഹാപർവ്വതത്തെ ഉയർത്തിയ അവിടത്തെ മഹാപ്രഭാവം കണ്ട് എല്ലാ ഗോപന്മാരും അവിടുന്ന് ജഗദീശ്വരനാണെന്ന് തീർത്തും ഉറപ്പിച്ചു. അവർ നന്ദഗോപനോട് അവിടുത്തെ ജാതകം ചോദിക്കുന്നവരായി. അപ്പം ഭഗവാൻ ഈ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് കണ്ട് ഭഗവാൻ ജഗദീശ്വരനാണ്, ഭഗവാൻ ആ മഹാവിഷ്ണുവാണ്, ഭഗവാൻ ആ ജഗദീശ്വരനാണെന്നുള്ള കാര്യം ആ ഗോപന്മാർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഗോപന്മാർ ഓടിച്ചെന്ന് യശോദാമ്മയോടും നന്ദഗോപരോടും ഭഗവാന്റെ ജാതകം എവിടെയാണ്, ഭഗവാന്റെ ജാതകം ചെന്ന് ചോദിക്കുകയാണ്. ഗർഗോദിതോ നിർഗദിതോ നിജായ വർഗായ താതേന തവ പ്രവാഹഃ പൂർവാദികസ്ത്വയ്യനുരാഗയേഷ മൈദിഷ്ടതവാത് ബഹുമാനഭാരഃ. നാമകരണ സമയത്ത് ഗർഗ മഹർഷി അവിടുത്തെ പ്രഭാവത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന വിവരം നന്ദഗോപൻ ഗോപന്മാരെ അറിയിച്ചു. അതോടെ എല്ലാവരുടെയും സ്നേഹം ബഹുമാനമായി മുമ്പത്തെക്കാളും വർദ്ധിച്ചു. അപ്പം നന്ദഗോപര് പറയുകയാണ്, ഭഗവാന്റെ ജനന സമയത്ത് ഗർഗ മഹർഷി വന്ന് ഭഗവാന്റെ പ്രഭാവത്തെക്കുറിച്ച്, ഭഗവാൻ എന്താണ്, ഭഗവാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഭഗവാന്റെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ ഇത്രയും അത്ഭുത ശക്തിയുള്ള ബാലനാണ്, ഭഗവാൻ എന്താണ് ജഗദീശ്വരൻ തന്നെയാണ് എന്നുള്ള ആ സത്യം ഇവിടെ ആര് പറഞ്ഞു കൊടുക്കുകയാണ്? നന്ദഗോപര് ഗോപന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. തദോഭവമാനോ തത്വബോധഃ സുരാതിരാജഃ സഹ ദിവ്യഗവ്യഃ ഉപേതി തുഷ്ടാവസാനഷ്ടഗർഭഃ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാ തേ. അനന്തരം അവമാനത്താൽ ആത്മബോധം തിരികെ ലഭിച്ചവനായ ഇന്ദ്രൻ കാമധേനുവിനോട് കൂടി ഗോകുലത്തിലെത്തി. ആ ഇന്ദ്രൻ തന്റെ രത്നകിരീടം ധരിച്ച ശിരസ് കൊണ്ട് അവിടത്തെ പാദത്തിൽ നമസ്കരിച്ചു. അപ്പം തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ഇന്ദ്രൻ അപ്പോൾ ഓടി വരികയാണ്. ഇന്ദ്രൻ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? തന്റെ തെറ്റ് മനസ്സിലായി എന്ന് കരുതിയിട്ട് അങ്ങനെ ആത്മബോധം തിരിച്ചു കിട്ടിയ ആ ഇന്ദ്രൻ എന്ത് ചെയ്യുകയാണ്? തന്റെ ശിരസ് കൊണ്ട് അവിടത്തെ ഭഗവാന്റെ പാദത്തെ ഇങ്ങനെ നമസ്കരിക്കുകയാണ് ഇന്ദ്രൻ. സ്നേഹസ്നുതൈസ്ത്വാം സുരവീയ പയോഭിർ ഗോവിന്ദ മാമാങ്കിതമഭ്യഷിഞ്ചഥ ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാദോ വീരേന്ദ്രോപബിജ ജാതഹർഷഃ. ഗോമാതാവായ കാമധേനുവാകട്ടെ താൻ ചുരുത്തിയ പാലുകൊണ്ട് അവിടത്തെ അഭിഷേകം ചെയ്ത് അങ്ങേ ഗോവിന്ദൻ എന്ന പേരുകൊണ്ട് കീർത്തിച്ചു. ഇന്ദ്രനാകട്ടെ ഐരാവതം കൊണ്ടുവന്ന ദിവ്യജലത്താൽ ദേവഗംഗയിലെ
ജലത്താൽ അവിടത്തെ അഭിഷേകം ചെയ്തു. അപ്പൊ ഇന്ദ്രൻ ദേവഗംഗയിലെ ജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ്. ഗോമാതാവ് കാമധേനു ആവട്ടെ താൻ ചുരത്തിയ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുകയാണ്. അങ്ങനെ താൻ ചുരത്തിയ പാലുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് ഭഗവാന് അപ്പോഴാണ് ഗോവിന്ദൻ എന്നുള്ള പേര്, എന്നുള്ള നാമം ലഭിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഗോവിന്ദനാവുകയാണ്. ജഗത്രേയേശ ത്വയി ഗോകുലേശേ തദാഭിഷിക്തേ സതികോപവാടഃ നഗേഫപി വൈകുണ്ഠപദേഭ്യലഭ്യാം ശ്രിയം പ്രപദേ ഭവതഃ പ്രഭാവാത്. ത്രിലോകങ്ങൾക്കും നാഥനായ അവിടത്തെ ഇപ്രകാരം ഗോകുലത്തിന്റെ നാഥനായ അഭിഷേകം ചെയ്തപ്പോൾ സ്വർഗത്തിനും വൈകുണ്ഠത്തിനും ലഭിക്കാത്ത ഐശ്വര്യം അവിടത്തെ മഹാത്മ്യത്താൽ ഗോകുലത്തിന് കരഗതമായി. അപ്പം മറ്റുള്ള ഏത് സ്വർഗത്തിനും വൈകുണ്ഠത്തിനും ഒന്നും ലഭിക്കാത്ത അത്രയും വലിയ ഐശ്വര്യം ഈ ഒരു ഇത് കൊണ്ട് ആ ഒരു മഹാത്മ്യത്താൽ ഗോകുലത്തിന് കരഗതമാവുകയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗലോകങ്ങളെക്കാട്ടിലും വൈകുണ്ഠത്തെക്കാട്ടിലും മറ്റേത് ലോകങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ടുള്ള ലോകം എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനമാണ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള അത്രയും പുണ്യമായിട്ടുള്ള ഒരു മഹാത്മ്യം ആവുകയാണ്. ആ മഹാത്മ്യത്തിൽ ഐശ്വര്യം, അത്രയും വലിയൊരു ഐശ്വര്യം ഗോകുലത്തിന് കരഗതമാവുകയാണ്, ഗോകുലത്തിന് ലഭിക്കുകയാണ്. കഥാചിദന്തർയമുനം പ്രഭാതേ സ്നായൻ പിതാവാരുണപൂരുഷേണഃ നീതസ്തമാനേതുമഗാഃ പുരീത്വം താം വാരുണീം കാരണമൂർത്തിരൂപഃ. ഒരിക്കൽ അവിടുത്തെ പിതാവായ നന്ദഗോപൻ പ്രഭാതത്തിൽ യമുനയിൽ സ്നാനം ചെയ്യവേ വരുണന്റെ ഭൃത്യൻ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. മനുഷ്യാവതാരം എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനായ അവിടുന്ന് പിതാവിനെ വീണ്ടെടുക്കാൻ വരുണലോകത്ത് ചെന്നു. അപ്പൊ ഒരിക്കൽ ഭഗവാന്റെ പിതാവായ നന്ദഗോപൻ പ്രഭാതത്തിൽ യമുനയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കെ വരുണന്റെ ഭൃത്യൻ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട്, വരുണന്റെ ഭൃത്യൻ വന്നിട്ട് ആ നന്ദഗോപരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോ പിതാവിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എവിടേക്ക് പോവുകയാണ്? വരുണലോകത്തിലേക്ക് പോവുകയാണ്. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാദംഹ ഉപാഗതസത് ക്ഷണമാത്മഗേഹം പിതാഭവതച്ചരിതം നിജേഭ്യഃ. വരുണ രാജധാനിയിലെത്തിയ അവിടത്തെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ വരുണൻ പൂജിച്ചു ഉപചരിച്ചു. പിതാവിനെ ഏറ്റുവാങ്ങി ക്ഷണനേരം കൊണ്ട് തിരികെ ഗോകുലത്തിലെത്തി. അപ്രകാരം എത്തിക്കപ്പെട്ട നന്ദഗോപൻ ഈ കഥ എല്ലാവരോടും പറഞ്ഞു. അപ്പം വരുണ രാജധാനിയിലെത്തിയ അവിടുത്തെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ വരുണൻ പൂജിച്ച് ഉപചരിച്ചു. അപ്പം വരുണ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാനെ പൂജിച്ച് ഭഗവാന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് വരുണ ഭഗവാൻ ഭഗവാനെ പൂജിച്ച് ആനയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? തൻ്റെ പിതാവിനെ ഏറ്റുവാങ്ങിയിട്ട് ക്ഷണനേരം കൊണ്ട് ഗോകുലത്തിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ അപ്രകാരം എത്തപ്പെട്ട നന്ദഗോപൻ ഈ കഥ എല്ലാവരോടും, അങ്ങനെ എത്തിപ്പെട്ട നന്ദഗോപൻ ഈ കഥ എല്ലാവരോടും പറയും. അപ്പൊ വരുണദേവൻ പോലും ഭഗവാനെ തിരസ്കരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു കഥ നന്ദഗോപൻ ഗോപന്മാരോട് പറയുകയാണ്. ഹരിം വിനിശ്ചിത്യ ഭവാന്തമേതാൻ ഭവത്പദാലോകനബന്ധ തൃഷ്ണാൻഹ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തത് ദുരാപമന്യൈസ്ത്വമദീദൃശസ്താൻ. അവിടുന്ന് സാക്ഷാൽ വിഷ്ണു തന്നെയെന്ന് തീർച്ചപ്പെടുത്തിയ ഗോപന്മാർ അവിടുത്തെ പരമപദം കാണാൻ മോഹമുള്ളവരായി. ഭക്തരല്ലാതെ മറ്റാർക്കും പ്രാപിക്കാൻ അസാധ്യമായ ആ പരമപദം ഗോപന്മാർക്ക് അവിടുന്ന് വെളിവാക്കി കൊടുത്തു. അപ്പോൾ ഭഗവാന്റെ ആ മഹാത്മ്യം ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ഭക്തന്മാരായ ഗോപന്മാർ, അപ്പം ഭക്തിയുള്ളവർക്ക്, ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ആ പരമപദം കിട്ടുകയുള്ളൂ. ഏത് പരമപദമാണ്? ഭഗവാന്റെ ഗോലോക വൃന്ദാവനമായാലും ഭഗവാന്റെ വിഷ്ണുലോകമായാലും ഭഗവാന്റെ വൈകുണ്ഠമായാലും ആ ഭക്തന്മാർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ ഭക്തന്മാരായ ഗോപന്മാർക്ക് തങ്ങളുടെ പരമപദം, ഭഗവാന്റെ പരമപദം കാണണമെന്ന ആഗ്രഹം ഉണ്ടായപ്പോൾ ഭഗവാൻ ആ പരമപദം, ആ വൈകുണ്ഠം, ആ ഗോലോകം ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, വെളിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സുരത് പരാന്തര സപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയോദൗ ചിരം നിമഗ്നാഹ കലുഗോപസംഗാം
സ്ത്വയൈവ ഭൂമൻ പുനരുദ്യതാസ്തേ. അവിടുത്തെ പരമപദം കണ്ട ഗോപന്മാർ ആ പരമാനന്ദ ലഹരീ പ്രഭാവത്താൽ ആമഗ്നരായി ഏറെ നേരം കഴിഞ്ഞു. അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഭഗവാനേ, അവരെ അവിടുന്ന് തന്നെ തിരികെ പൂർവ്വസ്ഥിതിയിലാക്കി തീർത്തു. അപ്പൊ എന്ത് ചെയ്യണം, ഭഗവാന്റെ ആ പരമപദം കണ്ടപ്പോ, ആ വൈകുണ്ഠ ലോകം കണ്ടപ്പോൾ അവരെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ട്, ആ ഗോപന്മാരെല്ലാം വളരെ അത്ഭുതപ്പെട്ടു. ഇത് എന്ത് ലോകമാണ്, അതിൽ അവര് മതിമറന്നു പോവുകയാണ്. അതിൽ പ്രഭാവത്തിൽ ആമഗ്നരായി തിരികെയാണ് അവരെ തിരിച്ച്. അപ്പോൾ ഇതിൽ ആമഗ്നരായ അവരെ ഭഗവാൻ തന്നെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ്. കരപതരവദേവം ദേവകൃതാവതാരേ പരപദമമാപ്യം പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ. പവനപുരനിവാസിൻ പാഹി മാമയേഭ്യഃ. അപ്രാപ്യമായ പരമപദത്തെ കൈവെള്ളയിലെ ലന്തകുരുവിനെ എന്ന പോലെ ഭക്തർക്ക് അനുഭവവേദ്യമാക്കി മാറ്റിയത് ഗോപാലവേഷം ധരിച്ച അവിടത്തെ ഈ അവതാരത്തിലാണ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്ന പരമാത്മാവായി ഗുരുവായൂരിൽ വസിക്കുന്ന ഭഗവാനെ, വേഗത്തിൽ അടിയനെ ദുരിതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അപ്പോൾ ഭഗവാനെ എന്താ പറയാ, ഭഗവാന്റെ ആ പരമപദം കാണാനുള്ള ഭാഗ്യം ഭഗവാന്റെ അത്രയും വലിയ ഭക്തരായിട്ടുള്ളവർക്കാണ് ആ പരമപദം കാണാനുള്ള ഭാഗ്യം ലഭിക്കുക. അങ്ങനെയുള്ള ആ പദം തൻ്റെ കൈവെള്ളയിലെ ലന്തകുരുവിനെ പോലെ രന്തകുരുവിനെന്ന പോലെ ഭക്തർക്ക് അനുഭവവേദ്യമാക്കിയിട്ട് ഗോപാലവേഷം ധരിച്ച് കൃഷ്ണനായി വന്നിട്ട് ഭഗവാൻ അവർക്ക് അത് കാട്ടിക്കൊടുക്കുകയാണ്. ഈ അവതാരത്തിലാണ് ഭഗവാന്റെ ഈ കൃഷ്ണാവതാരത്തിലാണ്, ശ്രീകൃഷ്ണ അവതാരത്തിലാണ് ഭഗവാന്റെ ഗോപന്മാർക്ക് ആ പരമപദം, ആ വൈഷ്ണവലോകം, ആ വിഷ്ണുലോകം, ആ വൈകുണ്ഠ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്ന പരമാത്മാവായി, അപ്പം ഭഗവാൻ എന്താണ്, തങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പരമാത്മാവായി ഭഗവാൻ ഭൂമിയിൽ വന്ന് ജനിച്ചു. അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന പരമാത്മാവായി ഭൂമിയിൽ വന്ന് ജനിച്ച ഭഗവാനെ, അങ്ങനെയുള്ള ഗുരുവായൂരിൽ വസിക്കുന്ന ആ ഭഗവാനെ തങ്ങളെ കണ്ണുകൊണ്ട് ഭക്തജനങ്ങൾക്ക് കണ്ണുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇതില് ഗുരുവായൂരിൽ വസിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ എൻ്റെ ദുരിതങ്ങളെ രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കി തരണമേ എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞ് ഈ ഭാഗം അപ്പൊ ഈ ഗോവർദ്ധനോദ്ധാരണ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന നമ്മൾ ഇന്ദ്രനെ പോലെയുള്ള ഒരുപാട് ഇന്ദ്രദേവൻ അവസാന തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തിരികെ വന്നു. അപ്പൊ അതുപോലെ ഇന്ദ്രനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അത് ആ അഹങ്കാരം പാടില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാനെക്കാട്ടിലും മുകളിലായിട്ട് ആരുമില്ല. ആരെന്ത് അഹങ്കരിച്ചാലും, ആര് എത്ര വലിയ നിലയിലുള്ളവരാണെങ്കിലും അവരെ താഴെ ഇറക്കാൻ ഒരു നിമിഷം മാത്രം മതി ഭഗവാന് എന്നുള്ള ആ ഒരു സത്യമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് എത്ര പദവി ഉണ്ടായാലും നമ്മൾ എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം നമ്മൾ താഴണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ ആ സത്യം തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മൾ ആരും ഒന്നുമല്ല, നമ്മളൊക്കെ വെറും ഒരു പുല്ലിന് പോലും, ഒരു പുൽക്കൊടിക്ക് പോലും സമമാണ് നമ്മളെല്ലാവരും. അത്രേ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഭഗവാനെ പോലെ ആവാൻ വേറെ ആർക്കും കഴിയില്ല, അത് ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ആ ഒരു ശ്രീകൃഷ്ണ പരമാത്മാവ്, ആ ഒരു സത്യം, ആ ഒരു ദൈവം എന്ന സത്യം, ആ ഒരു ഭഗവാൻ എന്ന സത്യം, അതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനെക്കാട്ടിലും ഉയരെ അല്ല ആരും ഒന്നും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഗോവർദ്ധനാധാരണ എന്നുള്ള ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് ഭഗവാൻ ജനിച്ചിരുന്നു. ഭഗവാൻ അവസാനം നമ്മളോട് പറയുന്ന എന്താണ്, ആ അത്രയും വലിയ പരമാത്മാവായ ഭഗവാൻ നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ വന്ന് ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. ഭഗവാൻ നമുക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ ജനിച്ചു എന്നുള്ളതാണ്.
ആ ഇതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ നമുക്കിപ്പോഴും എന്താ നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഭഗവാനെ സ്മരിക്കാനാണ്, ആ ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് നമുക്ക് പറഞ്ഞു തരുന്ന അവസരം. അങ്ങനെയുള്ള ഭഗവാനെ നമ്മളെ ഈ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം കരകയറ്റണമേ, രക്ഷിക്കണമേ. രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു രംഗം, ഗോവർദ്ധനോദ്ധാരണം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ കേവല മനുഷ്യർക്ക് ആർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാൻ വഴി നമുക്ക് രക്ഷ കിട്ടും. ആ ഭഗവാൻ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒരു സമയത്ത് രക്ഷിക്കാനായിട്ട് പറഞ്ഞു വിടും എന്നുള്ള സത്യമാണ്. അപ്പൊ നമ്മുടെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതാണ് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ഗോവർദ്ധനോദ്ധാരണം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. ഒരുപാട് പേരുണ്ട്. അസ്വോ, കഫൂർ, അഷ്ന, വിജയ്, മഹി, മഹേഷ്, അബി, ഷാനി, ജോൺ, രാജു, അശ്വതി, റോക്ക് രാജ, പ്രിയ, അലി, രാംകുമാർ, നൂർജഹാൻ, ഡാർക്ക് ക്യൂൻ, കലാ, സാഗർ, സഞ്ജു, ഹാൻഡ്ലൂം, റോസാരിയോ, അബിരാമു, ബിനു, ജി എസ്, വിശാൽ, ലുക്മാൻ, സ്വയൻ, വിനു, സൂര്യ, മലിഡു, മിസ്റ്റർ ജാക്ക്, മുരുകേശൻ, ചിഞ്ചു, മുരുകേശൻ 5, ടെസ്ല, ആർ മനു, സജി സി, ബ്ലൂ ഏഞ്ചൽ, മിസ്റ്റർ റൗഡി, ലിംഗോ ആൻഡോ, ധാൻ, മിസ്റ്റർ ദിലീപ്, പെയിൻ കില്ലർ, അൻസാർ കരീം, ഗുരുവായൂർ കണ്ണൻ, ആൽവിൻ. എന്തൊക്കെയാണ് അത്? ഗുരുവായൂർ കണ്ണൻ ഇത് നമ്മുടെ നാരായണിയാണ്. അപ്പം നാരായണത്തിൻ്റെ ക്ലാസ് ഞാൻ എല്ലാം ഞായറാഴ്ച എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ചയല്ല, ചിലപ്പോൾ ഇടയ്ക്ക് വേറെ ദിവസങ്ങളിൽ ഫ്രീ ഉള്ളപ്പോഴൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരായണിയാണേ. ഇനി ഇന്നലെ ഒരാൾ ചോദിച്ചു രാമായണം എടുക്കാറുണ്ടോയെന്ന്. രാമായണം എടുക്കണമെന്നുണ്ട്. അപ്പം സമയം കിട്ടില്ല. അടുത്ത ഭഗവത്ഗീത തുടങ്ങണമെന്നാണ് ആലോചിക്കുന്നത്. അപ്പം ഇതിപ്പം നാരായണിയാണ് കേട്ടോ. അൽവിൻ, പ്രണവ്, അൻവിക, അനീഷ്, തളപതി, ബിനു. ഓക്കെ, അപ്പം ഇത്രയും പേരുമാണ് വന്നിട്ടുള്ളത്. അപ്പം വളരെ സന്തോഷം, എല്ലാവരും വരുന്നുണ്ടല്ലോ. എനിക്കത് അത്രയും സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ്. ജയ് ശ്രീ രാധേശ്യാം.